അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അക്ഷരങ്ങൾക്ക് കോഴിക്കോടിനോടും കോഴിക്കോടിന് അക്ഷരങ്ങളോടുമുള്ള ബന്ധങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന സ്ഥാനം കോഴിക്കോട് നഗരത്തിന് കൈവന്ന അവസരത്തിൽ ചരിത്രകാരനായ ഒരു പണ്ഡിതൻ എഴുതിയ പോസ്റ്റിൻ്റെ വരികളാണ് ഞാൻ വായിച്ചത്. സാഹിത്യ നഗരമായി കോഴിക്കോടിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ കൈവന്ന ഒരു സ്ഥാനമല്ല. ഒരുപാട് ഘടകങ്ങൾ ഒത്തൊരുമിച്ചത് കൊണ്ട് മാത്രമാണ് കോഴിക്കോട് നഗരത്തിന് ഈ ഒരു സ്ഥാനം കൈവന്നിട്ടുള്ളത്. എസ് കെ പൊറ്റക്കാട്, കക്കട്ടിലും വൈക്കം മുഹമ്മദ് ബഷീർ, MT വാസുദേവൻ നായർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു ഭൂമികയാണല്ലോ കോഴിക്കോട് നഗരം. അവരുടെ സാഹിത്യങ്ങൾ അവിടെ പിറന്നു വരാനുള്ള കാരണം കോഴിക്കോടിൻ്റെ തുറമുഖ നഗരം. കോഴിക്കോടിൽ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അഭേദ്യമായ സാഹിത്യബന്ധം നമുക്കതിൽ ദർശിക്കാൻ സാധിക്കും. കാലങ്ങൾക്ക് മുമ്പ് സാമൂതിരിയുടെ ഭരണം നടക്കുന്ന കാലഘട്ടത്തിൽ ഇവിടേക്ക് അറബ് നാടുകളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കച്ചവട ആവശ്യാർത്ഥം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അതിനു പുറമെ പിന്നീട് കൊളോണിയൽ കാലഘട്ടം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഒരു നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധിനിവേശം, പോർച്ചുഗീസ് അധിനിവേശം എല്ലാം ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ ഒരു നഗരം, ആ ഒരു നഗരത്തിലേക്ക് ഈ ഒരു സ്ഥാനം കൈവന്നിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഘടകം ഭാഷയിലുള്ള, സാഹിത്യത്തിലുള്ള സംവാദങ്ങൾ, പരസ്പര ചർച്ചകൾ എന്നും കോഴിക്കോടിൽ ധന്യമായിരുന്നു. ഇന്നും കോഴിക്കോടിൻ്റെ സായാഹ്നങ്ങൾ കടന്നു പോകുന്നത് സംവാദങ്ങളിലൂടെയാണ്, സാഹിത്യപരമായ ചർച്ചകളിലൂടെയാണ്. നമുക്കറിയാം 16ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ നമുക്കിടയിൽ പുതിയൊരു ഭാഷ, പുതിയൊരു ശൈലി രൂപപ്പെട്ടു വന്നതിൻ്റെ പ്രധാന ഹേതുവായിട്ടുള്ള മുഹീദ്ദീൻ മാല രചിക്കപ്പെടുന്നത് ഒരു കോഴിക്കോട്ടുകാരനിൽ നിന്നാണ്. ഖാദി മുഹമ്മദ് എന്ന വ്യക്തിയിൽ നിന്ന് ഈ ഒരു കൃതി പിറന്നു വരുമ്പോൾ അതിലൂടെ ഒരു നൂറ്റാണ്ടുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു ശൈലി അവിടെ രൂപപ്പെടുന്നു. ഒന്നാമതായി അങ്ങനെ ഒരു ഭാഷ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഖാദി മുഹമ്മദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹം രചിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിനു മുന്നോടിയായി ആൻറ്റി കൊളോണിയൽ ഗ്രന്ഥം ആദ്യമായി തൻ്റെ പേര് മുൻനിർത്തിക്കൊണ്ട് ഒരാൾ രചിക്കുന്നത് ഖാദി മുഹമ്മദിലൂടെയാണ്. ഖാദി മുഹമ്മദിൻ്റെ രചനയിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ കോഴിക്കോട്ടുകാരനാണെന്ന പരാമർശം കാണാൻ സാധിക്കും. കുടുംബത്തിൻ്റെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിനു പുറമെ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ തിരുമറി നടത്താൻ പാടില്ല, ഇത് പിൽക്കാലക്കാർക്ക് കൈമാറുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈമാറണം എന്ന ഒരു രചയിതാവിൽ നിന്നുള്ള അപേക്ഷകൾ, വളരെ ശ്രദ്ധയോടുകൂടിയുള്ള വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനു പുറമെ ഒരുപാട് ഭാഷകൾ ഈ ഒരു നഗരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഹെൻറി മുതൽ പോർച്ചുഗീസ്, സ്പെയിൻ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കടന്നു വന്നപ്പോൾ ഒരുപാട് ഭാഷകൾ ഇവിടെ ഒരുമിച്ചുകൂടി. പോരാ, അവസാനമായി നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഒരുമിച്ച് കൂടുമ്പോഴും ഈ ഒരു നഗരത്തിൽ സാഹിത്യങ്ങളെ അടിച്ചമർത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിൽ ഇഷ്കാൽ പള്ളിയിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ കത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അവിടെയുള്ള 500-ൽ പരം ലൈബ്രറികൾ ഇന്ന് നമുക്ക് കോഴിക്കോട് നഗരത്തിൽ കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രങ്ങളിൽ ഈ ഒരു നഗരത്തെ സാഹിത്യത്തിൽ നിന്ന് പുറത്തു കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴും അതേ ആ ഒരു സമുദ്രത്തിൻ്റെ
ഒരു ഭാഗത്ത് അക്ഷരങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടെ നിൽക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകളിൽ ജാതീയതയുടെ പേരിൽ എഴുത്തുകൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് ഒരുപാട് സാഹിത്യങ്ങൾ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗത്തിൻ്റെ കഥകൾ ഈ ഒരു നഗരത്തിന് പറയാനുണ്ട്. ഒരുപാട് സാഹിത്യത്തിൻ്റെ കഥകൾ ഈ ഒരു നഗരത്തിന് പറയാനുണ്ട്. സാഹിത്യ നഗരം എന്ന ഒരു വിശേഷം ഈ ഒരു നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ സാഹിത്യത്തിൻ്റെ സഞ്ചാരത്തിലേക്ക് പുതിയൊരു ദൗത്യം കടന്നു വന്നിരിക്കുകയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.